വന്യമൃഗശല്യത്തിൻ്റെ പേരിൽ ഭൂമിയെടുപ്പ് വനം വകുപ്പിനെതിരെ പ്രതിഷേധം. പത്തനംതിട്ട കൊക്കത്തോട് പ്രദേശത്ത് നടപ്പാക്കുന്ന റീബിൽഡ് കേരളയുടെ ഭാഗമായി വരുന്ന സ്വയം പുനരധിവാസ പദ്ധതിയിൽ വൻ അഴിമതി നടന്നുവെന്നാരോപിച്ച് കൊക്കത്തോട് ജനകീയ കർഷക സംരക്ഷണ സമിതി സമരത്തിലേക്ക്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ പദ്ധതിയുടെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ പോലും ഇല്ല. ഇതിനെ അവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിന്റെ മുഖ്യ കാരണം എന്ന് പറയുമ്പോൾ മുൻ റേഞ്ച് ഓഫീസർ, അദ്ദേഹം ഇപ്പോൾ പെൻഷനായിരുന്നു, ശരത്ചന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹവും ചില റവന്യൂ ഉദ്യോഗസ്ഥരും ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം നാട്ടിലെ ഒരു മുൻ ജനപ്രതിനിധി വേറെ 1, 2 തൽപര കക്ഷികളും കൂടി ഏജന്റ് കളിച്ചു. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെയൊക്കെ വീടുകൾ കയറി നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും, കോടികൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അപേക്ഷകൾ വ്യാപകമായി സ്വീകരിച്ചു. ഒരു 3-4 വർഷമായി ഈ പദ്ധതി തുടങ്ങി. അന്ന് മുതൽ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി ഇവർ അപേക്ഷ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടു ആ അപേക്ഷകൾ സ്വീകരിക്കുന്നത് മുറയ്ക്ക് 1 മാസത്തിനകത്ത് ഇവർക്ക് പൈസ ഇവരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കിട്ടുമെന്നാണ്. ആ മാനദണ്ഡം നോക്കുമ്പോൾ 5 സെന്റ് മുതൽ 5 ഏക്കർ വരെയുള്ള ഒരു യൂണിറ്റ് 15 ലക്ഷം രൂപ. സർക്കാർ സദുദ്ദേശത്തോടു കൂടി നടപ്പാക്കുന്ന ഈ പദ്ധതി യഥാർത്ഥ പ്രകൃതിക്ഷോഭ ബാധിതർക്കായി മാത്രമാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി പദ്ധതിയെ ദുരുപയോഗം ചെയ്യുകയാണെന്നും സമിതി ആരോപിച്ചു. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. മറ്റു പ്രദേശങ്ങളിൽ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നതിന് തെളിവില്ലെന്നും സമിതി വ്യക്തമാക്കി. പത്രസമ്മേളനത്തിൽ കെ സുധാകരൻ, പ്രദീപ് കുമാർ ആർ, ജോജു വർഗീസ്, സയൂബ്, വി കെ രഘു എന്നിവർ പങ്കെടുത്തു.